ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവ് തക്കലയിൽ നടത്തുന്ന റിസപ്ഷനിൽ പങ്കെടുക്കാനായി രാജീവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നിധിയും സുധീഷും. കിളിക്കൂട്ടിലുള്ള എല്ലാവരും രാജീവും ഹേമയും ഹോളിലിരുന്ന് സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി അവിടേക്ക് വരികയാണ് നിധി. രാജീവ് ചോദിക്കുന്നു, എന്തു പറ്റി മോളെ? അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് കേട്ടു. അമ്മ ഇരുന്ന് വിഷമിക്കുകയായിരുന്നു. ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇത് കേട്ട് നിധി ചോദിക്കാണ്, ഈ ഫംഗ്ഷൻ ആർക്ക് വേണ്ടി അച്ഛൻ നടത്തുന്നത്? എനിക്കും സുധീഷിനും വേണ്ടിയല്ലേ? അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ വേണ്ടേ ആദ്യം നോക്കാൻ? ഇവിടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്നവരെ നന്നായി ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെ കാണാത്ത ഭാവത്തിലിരിക്കുന്നത് ശരിയാണോ? നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഫംഗ്ഷൻസ് നടന്നിരിക്കുന്നു. ഇതുവരെ ഇവിടേക്ക് വന്ന ഗസ്റ്റിനെ സ്റ്റോർ റൂമിൽ താമസിക്കാനായി പറഞ്ഞു വിട്ടിട്ടില്ല. പിൻവശത്തെ ബാത്റൂം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ജോലിക്കാരെക്കാട്ടിലും മോശമായിട്ടാണല്ലോ ഞങ്ങളോട് പെരുമാറുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഈ റിസപ്ഷനും മണ്ണാങ്കട്ടയും വേണ്ടാന്ന് പറഞ്ഞത്. ഇത് കേട്ട് അവിടെ എഴുന്നേറ്റ് ഹേമ ചോദിക്കുന്നു, മണ്ണാങ്കട്ടയോ? ഇവിടെ വായിൽ വരുന്ന ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ രാജീവേട്ട? എല്ലാം കേട്ട് രാജീവേട്ട മിണ്ടാതിരിക്കുകയാണോ? അപ്പൊ രാജീവ് പറയുകയാണ്, ഹേമേ നീ സംസാരിക്കണ്ട. എന്താ മോളെ ഇത്? റോഡിലൂടെ പോകുന്ന ഏതോ ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ എനിക്കും സംസാരിക്കാൻ പറ്റും. വീട്ടിൽ റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കാതെ ക്ഷമയോടുകൂടി ഞാൻ സംസാരിക്കുന്നത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ ഹേമ പറയണ, കണ്ടില്ലേ രാജീവേട്ട, അവള് സംസാരിച്ചിട്ട് പോകുന്നത്? അച്ഛന്റെ മുന്നിൽ ശബ്ദം ഉയർത്തി സംസാരിക്കാത്തവളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ കുടുംബത്തിൽ ജനിച്ചു വളർന്നവളെ പോലെയാണല്ലോ ഇപ്പൊ അവളുടെ സംസാരം. അവർക്ക് വേണ്ടി നമ്മുടെ മോൾ നമ്മളെ എതിർക്കുന്നു. രാജീവ് പറയണ, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ബന്ധുക്കളൊക്കെ ഉള്ളതാണ്. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ നമുക്ക് പറ്റില്ല. ഇത് കേട്ട് ഹേമ പറയണ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്റെ വായടപ്പിക്ക്. അങ്ങനെ ദേഷ്യത്തോടുകൂടി ഹേമ അകത്തേക്ക് പോകുന്നു. തുടർന്ന് റിസപ്ഷനായി ഒരുങ്ങി ഹാളിലേക്ക് വരികയാണ് ഭാസ്കരനും നിധിയും സുധീഷും സുഭാഷും നികേഷും ഹരീഷും എല്ലാം. പുറത്ത് വെച്ചിരിക്കുന്ന നിധിയുടെയും സുധീഷിന്റെയും ഫ്ലെക്സും പേരും എല്ലാം ശ്രദ്ധിക്കുകയാണ് എല്ലാവരും. ആ ഫ്ലെക്സിന്റെ അരികിലേക്ക് ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇങ്ങനെയൊക്കെ സുധീഷിന് മാത്രമേ തോന്നൂ. വാ നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ നിധിയും സുധീഷും ആ ഫ്ലെക്സിന്റെ അരികിലേക്ക് ചെന്ന് നിന്ന് ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യുമ്പോൾ നികേഷ് ഫോട്ടോസ് എടുക്കുകയാണ്. സന്തോഷത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ഭാസ്കരനും സുഭാഷും ഹരീഷും എല്ലാം. ഈ സമയം അവിടേക്ക് വരികയാണ് രാജീവും കുടുംബവും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രാജീവ് പറയുന്നു, സുധീഷ് 2 വണ്ടിയും ഒരേ സമയത്താണ് എടുത്തത്. സുധീഷ് ഫാസ്റ്റ് ആയിട്ടിങ് എത്തിയല്ലോ. അപ്പൊ അരുൺ പറയണ, സുധീഷിനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണോ? അവന്റെ ജോലി തന്നെ അതല്ലേ? ഇത് കേട്ട് എല്ലാവരുടെയും മുഖം വാടുകയാണ്. ഹേമ ചോദിക്കുന്നു, എല്ലാവരും എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ നമുക്ക് അകത്തേക്ക് പോകാം. അങ്ങനെ അവർ എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന നിധി ചുറ്റും നോക്കിക്കൊണ്ട് സുധീഷിനോട് ചോദിക്കുന്നു, സുധീഷ് സുഭാഷ് ചേട്ടൻ എവിടെ? അപ്പൊ സുധീഷ് പറയണ, നമ്മുടെ ഒപ്പം കയറി വന്നാണല്ലോ. ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന നിധി കാണുകയാണ് രാജീവിന്റെയും ഭാസ്കറിന്റെയും ഒപ്പം സന്തോഷത്തോടുകൂടി സംസാരിച്ച് നടന്നു വരുന്ന സുഭാഷിനെ. നിധി സംശയത്തോടുകൂടി രാജീവിനെ തന്നെ നോക്കി നിൽക്കുന്നു. ഹേമ പറയുന്നു, നിധി നിനക്ക് വേണ്ടി ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പൊ സാന്ദ്ര പറയുകയാണ്, മേക്കപ്പ് എല്ലാം കഴിയണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണ്ടിവരും. വാ നമുക്ക് അകത്തേക്ക് പോകാം. 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിധി സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് നിധിയുടെ അരികിലേക്ക് വരുന്നു. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പൊ സുഭാഷ് പറയണ, പ്രശ്നമൊന്നുമില്ല. എന്താ മോളെ? അപ്പൊ നിധി ചോദിക്കാണ്, അച്ഛനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടോ? എന്താ സംസാരിച്ചേ? അപ്പൊ സുഭാഷ് പറയണ, റിസപ്ഷൻ ഇതിലും ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞത് അച്ഛൻ. നിധി ചോദിക്കുന്നു, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല മോളെ, വേറൊന്നും പറഞ്ഞില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ്, നിധി വേഗം വാ. ഇത് കേട്ട് നിധി പറയണ, ഞാൻ ഇപ്പൊ വരെ ഏട്ടത്തി. സുഭാഷ് ഏട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ എന്നെ ഫോൺ വിളിക്കണം. സുഭാഷ് ചോദിക്കണ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ മോളെ? ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോടാം. നികേഷിനെ അരികിലേക്ക് വിളിച്ച നിധി പറയുന്നു, നികേഷ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ എന്നെ ഫോൺ വിളിച്ച് അറിയിക്കണം. ഇത് കേട്ട് സുഭാഷിനെ അത് നോക്കിയിട്ട് നികേഷ് പറയുന്നു, ഏട്ടത്തി പോയി റെഡി ആയിക്കോ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഏട്ടത്തെ അറിയിക്കാം. ഹേമയുടെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, അമ്മേ ഇവരുടെ റൂം ഒക്കെ എവിടെയാ? അതൊക്കെ അച്ഛനോട് ചോദിക്കണമെന്ന് ഹേമ പറയുമ്പോൾ നിധി പറയണേ, എങ്കിൽ പിന്നെ ഒന്ന് ചോദിച്ചിട്ട് പറ, ഞാൻ ഇവരെ റൂമിലാക്കിയിട്ട് പൊയ്ക്കോളാം. അപ്പൊ സുഭാഷ് പറയണ, മോളെ നിധി ഞങ്ങൾ റൂമിൽ പോയി ഇരുന്നാൽ ആരും ഇവിടുത്തെ ജോലിയൊക്കെ നോക്കുക? മോളും സുധീഷും പോയി റെഡിയാകാൻ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവിടേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എന്താ ഇപ്പോഴും റെഡിയാകാൻ പോകാതെ ഇവിടെ നിന്ന് സംസാരിക്കുന്നേ? അപ്പൊ നിധി ചോദിക്കണ, അച്ഛാ ഇവരുടെ റൂം ഒക്കെ എവിടെയാ? നിധി പറയണ, മോക്കും സുധീഷിനുള്ള റൂം ഇവിടെ തന്നെയാ, മറ്റുള്ളവർക്കെല്ലാം മുകളിലും. അപ്പൊ സുഭാഷ് പറയണ, മോള് പോയി റെഡി ആയിക്കോ, എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് നിധി ഹേമയുടെയും സാന്ദ്രയുടെയും ഒപ്പം അകത്തേക്ക് പോവുകയാണ്. അരുൺ പതിയെ രാജീവിനോട് പറയുന്നു, അവരെ നമ്മൾ എന്തെങ്കിലും പറയുമോന്ന് അവള് പേടിക്കുന്നുണ്ട്. അപ്പൊ രാജീവ് പറയണ, ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് നമുക്കും ഒന്ന് കാണണമല്ലോ. ആ ഡ്രൈവർ സുധീഷിനെ മേക്കപ്പ് ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോകും. അരുൺ ചോദിക്കുന്നു, ഞാനോ? ഞാൻ എങ്ങനെയാണ്
അപ്പൊ രാജീവ് പറയുന്നു കൂട്ടിക്കൊണ്ട് പോകാനല്ലേ നിന്നോട് പറഞ്ഞത്. അപ്പൊ അരുൺ പറയണ സുധീഷ് മേക്കപ്പ് ഇടണം, ഒന്ന് വരാമോ? വരാളിയാ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. എന്താ സുധീഷ് ഏട്ടാന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ നിധി പറഞ്ഞതുപോലെ ആരെങ്കിലും മോശമായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഇന്നലെ നിങ്ങൾക്ക് തന്ന റൂമൊക്കെ ഞാൻ കണ്ടതാ. അവർ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം, മനസ്സിലായോ? അപ്പൊ നികേഷ് പറയണ സുധീഷ് ഏട്ടാ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ന് നിങ്ങളുടെ ദിവസമല്ലേ, സന്തോഷമായിട്ടിരിക്കുക, മറക്കാതെ എന്നോട് പറയണമെന്ന് പറഞ്ഞ സുധീഷ് അരുണിന്റെ ഒപ്പം അകത്തേക്ക് പോവുകയാണ്. രാജീവ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയുന്നു നികേഷ്, ഹരീഷ്, ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, നോക്കിയും കണ്ടും നമ്മളും അവരെ സഹായിക്കണം, മനസ്സിലായോ? തുടർന്ന് ജോലിക്കാരുടെ അരികിലേക്ക് വന്ന രാജീവ് ഉറക്കെ ചോദിക്കുന്നു ഈ ചെയറിനൊന്നും ഇതുവരെ കവർ ഇട്ട് കഴിഞ്ഞില്ലേ? ഇപ്പൊ ആളുകളൊക്കെ ഇങ്ങെത്തും, ഉടനെ തീരും സാറിന് ജോലിക്കാരിൽ ഒരാൾ പറയുമ്പോൾ അവിടേക്ക് വരികയാണ് നികേഷ്. രാജീവ് പറയുന്നു നികേഷ്, ഈ ചെയറിനൊക്കെ കവർ ഇടണം, ഇവരെ ഒന്ന് സഹായിക്കുവോ? ഇത് കേട്ട് നികേഷ് ചുറ്റും നോക്കുമ്പോൾ രാജീവ് പറയണ നികേഷ്, ഇത് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അപ്പൊ നികേഷ് പറയണ അതിന് താങ്കളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. രാജീവ് പറയുന്നു പെട്ടെന്ന് വേണം, ഇവര് ഈ ഭാഗത്തെ ചെയ്യട്ടെ, നികേഷ് ആ ഭാഗത്തെ ചെയ്യ. ശരി എന്ന് പറഞ്ഞ് നികേഷ് കസേരക്കൊക്കെ കവർ ഇടാൻ പോകുമ്പോൾ രാജീവ് പറയുകയാണ് ഫോണും കയ്യിൽ വെച്ചോണ്ട് ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. നിന്നെ നടത്താടാ ഞാൻ. നികേഷ് കസേരയ്ക്ക് കവർ ഇടുന്നത് കണ്ട് അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു നീ എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ നികേഷ് പറയണ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ, നമ്മളല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യുക? ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ നീ ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ശരി, ഞാനും കൂടി ചെയ്യാം. അങ്ങനെ അവർ കസേരയ്ക്ക് കവർ ഇടുമ്പോൾ അരുണിനെ കാണിക്കുകയാണ് അത് രാജീവ്. സന്തോഷത്തോടുകൂടി അരുൺ പറയുന്നു അച്ഛൻ വേറെ ലെവലാ. അങ്ങനെ അരുൺ ഹരീഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്ത് സ്ലോ ആയിട്ട് ഈ ജോലി ചെയ്യുന്നേ? ഓ നിങ്ങളായിരുന്നോ? ചെയറിന് കവർ ഇട്ടതൊക്കെ ഓക്കെയാ, പക്ഷെ ചെയർ അറേഞ്ച് ചെയ്തില്ലല്ലോ. പ്ലീസ് ഇരട്ടിപ്പണിയാക്കരുത്, ഈ ചെയർ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്ക്, പെട്ടെന്ന് വേണം കേട്ടോ. ഈ സമയം രണ്ട് ഗസ്റ്റുകൾ അവിടേക്ക് വരികയാണ്. അരുൺ സന്തോഷത്തോടുകൂടി അവരോട് സംസാരിക്കുകയും ഹരീഷിനോടും നികേഷിനോടും ദേഷ്യത്തോടുകൂടി ചെയർ അറേഞ്ച് ചെയ്യാനായി ആവശ്യപ്പെടുകയുമാണ്. ശേഷം അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് പറയണ നികേഷ് നീ അതവിടെ വെച്ചിട്ട് പോ, ഞാൻ ചെയ്തോളാം. അപ്പൊ നികേഷ് പറയണ ഒരുപാട് ചെയർ ഉണ്ട് ഹരീഷ് ഏട്ടാ, ഞാനും കൂടി ചെയ്യാം. അപ്പൊ ഹരീഷ് പറയുന്നു നീ അതവിടെ വെക്കടാ, സുധീഷ് ഏട്ടൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെന്ന് ചോദിക്ക്, സുധീഷ് ഏട്ടന്റെ കൂടെ ആരെങ്കിലും വേണ്ടേ? പോടാ, ഈ ജോലി ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുഭാഷ് പാചകപ്പുരയിലേക്ക് വരികയാണ്. പാചകക്കാരൻ ചോദിക്കുന്നു നിങ്ങൾ ആരാ? അപ്പൊ സുഭാഷ് പറയുകയാണ് ഞാൻ പയ്യന്റെ ചേട്ടനാ. ഓ അങ്ങനെയാണോ? ഈ സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്നൊക്കെ പാചകക്കാരൻ പറയുമ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സുഭാഷ്. കുറച്ച് അപ്പുറത്തായി വന്ന രാജീവ് മനസ്സിൽ പറയുകയാണ് ഓ ഭക്ഷണം തേടി അവൻ ഇങ്ങി വന്നോ? അരികിലേക്ക് ചെന്ന് രാജീവ് ചോദിക്കുന്നു സുഭാഷ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടുത്തെ ജോലിയൊക്കെ നന്നായി നടക്കുകയാണോ എന്ന് നോക്കാനായി വന്നതാ ഞാൻ. അപ്പതേ സുഭാഷ് നിൽക്കുന്നു. തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് എല്ലാ സ്ഥലത്തും കൂടെ നോക്കാൻ പറ്റുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. അപ്പൊ സുഭാഷ് പറയണ അതിനെന്താ സർ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം, സാർ പോയിക്കോ. രാജീവ് പറയുന്നു ഇവിടെ സഹായത്തിന് ആൾക്കാർ കുറവാ, ഒന്ന് സഹായിച്ചേക്കണേ. അപ്പൊ സുഭാഷ് പറയണ അതിനെന്താ സർ. രാജീവ് അവിടെ നിന്ന് പോയതിനു ശേഷം പാചകക്കാരെ സഹായിക്കുകയാണ് സുഭാഷ്. സന്തോഷത്തോടു കൂടി അവരുമായി സംസാരിച്ച് പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് അരുൺ വന്ന ഗസ്റ്റുകൾക്കെല്ലാം ജ്യൂസ് കൊടുക്കുകയാണ്. അരികിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? വേറെ ആരും ഇല്ലല്ലോ അച്ഛാന്ന് അരുൺ പറയുമ്പോൾ പാചകക്കാരെ സഹായിച്ച് ക്ഷീണിച്ച് അവിടേക്ക് വരികയാണ് സുഭാഷ്. സുഭാഷിനെ അരികിലേക്ക് വിളിക്കുകയാണ് രാജീവ്. കറക്റ്റിന് വന്നത് കണ്ടില്ലേ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരണേ. എന്താന്ന് ചോദിച്ച് സുഭാഷ് അരികിലേക്ക് വരുമ്പോൾ രാജീവ് പറയണ സുഭാഷ് തെറ്റിദ്ധരിക്കരുത്, എല്ലാവർക്കും ഈ ജ്യൂസ് ഒന്ന് കൊണ്ടു കൊടുക്കാമോ? ഇവന് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട് പുറത്ത്, അതുകൊണ്ടാ. അപ്പൊ സുഭാഷ് പറയണ അത് കുഴപ്പമില്ല, ഇത് ഞാൻ കൊടുക്കാം. സുഭാഷ് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അരുണും രാജീവും. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഹരീഷ് കാണുകയാണ് സുഭാഷ് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നത്. സുധീഷിനെ മേക്കപ്പ് ഇടുമ്പോൾ ഫോട്ടോസ് എടുക്കുകയാണ് നികേഷ്. ഹരീഷ് വളരെ വിഷമത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഹരീഷിനെ അരികിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. എന്താ സുധീഷ് ഏട്ടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു, നിങ്ങൾ എപ്പോഴാ റെഡി ആകുക? അവര് നിങ്ങൾക്ക് റൂം തരുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. നീ പോയി സുഭാഷിനെ കൂട്ടിക്കൊണ്ടുവാ, നിങ്ങൾ ഇവിടെ തന്നെ റെഡിയായാൽ മതി. നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഈ റൂമിൽ തന്നെ ഇരിക്കുകയല്ലേ ചേട്ടാ, ഇവർക്കും കൂടി മേക്കപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പൊ നികേഷ് പറയണ വേണ്ട, ഞങ്ങൾക്ക് എന്തിനാ മേക്കപ്പ്, ഞങ്ങൾക്ക് നാച്ചുറൽ ബ്യൂട്ടി മതി. സുധീഷ് പറയണ എങ്കിൽ ശരി. എടാ ഹരീഷ് നീ പോയി സുഭാഷിനെ കൂട്ടിക്കൊണ്ടുപോവാ, സമയമാകുന്നു. ശരി ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുഭാഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഇങ്ങോട്ട് വന്ന് ഡ്രസ്സ് മാറ്റ്, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയില്ലേ? അപ്പൊ സുഭാഷ് പറയണ എടാ അത് തന്നെ ഞാനും പറയുന്നത്, ആളുകൾ എല്ലാവരും വരികയല്ലേ, അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ, ഞാൻ ഇവർക്ക് എല്ലാവർക്കും ജ്യൂസ് കൊടുത്തിട്ട് വരാം. അപ്പൊ ഹരീഷ് പറയണ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം സുഭാഷ് ഏട്ടാ, നമ്മൾ ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ് സുധീഷ് ഏട്ടൻ ടെൻഷൻ ആകുന്നു. വാ നമുക്ക് പോകാം. അപ്പൊ സുഭാഷ് പറയണ ശരി ഇതൊന്ന് കൊടുത്ത് തീർക്കട്ടെ. തുടർന്ന് സുഭാഷിനെയും കൂട്ടി ഹരീഷ് അവിടേക്ക് വരുമ്പോൾ നികേഷ് സംശയത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ്. എവിടെ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ് സുധീഷ് ഏട്ടൻ ബാത്റൂമിലുണ്ട്, സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ? അപ്പൊ സുഭാഷ് പറയണ എടാ ഞാൻ കിച്ചണിലായിരുന്നു, പിന്നെ ഗസ്റ്റുകൾക്കൊക്കെ ജ്യൂസ് കൊടുത്തു, നന്നായി വിയർത്തു. അപ്പൊ ഹരീഷ് പറയണ സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ വരുന്നതിന് മുമ്പേ ഡ്രസ്സ് മാറ്റ്, ഇങ്ങനെ വിയർത്ത് ജോലി ചെയ്യുന്നത് കണ്ടാൽ സുധീഷ്
സുഭാഷ് ഏട്ടൻ ദേഷ്യപ്പെടും. ഇത് കേട്ട് സുഭാഷ് പറയണ അത് ശരിയാ, ഇവിടെ വേറെ ഏതെങ്കിലും ബാത്റൂം ഉണ്ടോ? അറിയില്ലാന്ന് ഹരീഷ് പറയുമ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ചേട്ടൻ പറയുന്നു സർ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബാത്റൂം ഉണ്ട്. സുഭാഷ് പറയണ ഞാൻ അവിടെ പോയി ഡ്രസ്സ് മാറ്റിക്കോളാം. അങ്ങനെ സുഭാഷ് തന്റെ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് റിസപ്ഷനായി ഒരുങ്ങുകയാണ്. സൂപ്പർ ആയിട്ടുണ്ടെന്ന് നികേഷും ഹരീഷും പറയുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി അവിടേക്ക് വരികയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു സുഭാഷ് ഏട്ടനെ കണ്ടാൽ കല്യാണ ചെറുക്കനെ പോലെ ഉണ്ടല്ലോ. ഇത് കേട്ട് സുഭാഷ് പറയണ ഞാൻ പറയേണ്ടത് നീ പറയണോ? അപ്പൊ സുധീഷ് പറയണ ഇനിയും സുഭാഷ് ഏട്ടന്റെ കല്യാണം അല്ലേ, എന്നെക്കാട്ടിലും കാണാൻ ഭംഗി സുഭാഷ് ഏട്ടനെയാ. നികേഷ് പറയണ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുത്താലോ? അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ്. തുടർന്ന് റിസപ്ഷനിൽ പങ്കെടുക്കാനായി ലളിതയും സുനന്ദയും അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി അവരുടെ അരികിലേക്ക് വന്ന് അവരെ സ്വീകരിക്കുകയാണ് സുഭാഷ്. വെള്ളിച്ചം വന്നില്ലേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ലളിത പറയുകയാണ് ചേട്ടനിപ്പം ദൂരയാത്രയൊന്നും വയ്യ, ഞങ്ങള് വന്നില്ലേ? അപ്പൊ സുഭാഷ് പറയണ നിങ്ങൾ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ദൂരം വന്നല്ലോ, വാ ഇരിക്കെന്ന് പറഞ്ഞ് ലളിതയും സുനന്ദയും ഫ്രണ്ടിലേക്ക് കൊണ്ടിരുത്തുകയാണ് സുഭാഷ്. രാജീവ് കുറച്ച് അപ്പുറത്തായി നിന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ ലളിത ചോദിക്കുകയാണ് നിധിയുടെ വീട്ടുകാരെ ആരെയും കാണുന്നില്ലല്ലോ, ചെറുക്കന്റെ വീട്ടുകാർ വരുമ്പോൾ അവര് വേണ്ടേ സ്വീകരിക്കാൻ, വലിയ കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സുഭാഷ് പറയണ അമ്മായി തെറ്റിദ്ധരിക്കരുത്, അങ്കിള് റിസപ്ഷന്റെ തിരക്കില്ല, അങ്കിൾ അവിടെ ഉണ്ട്, ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ രാജീവിന്റെ അരികിലേക്ക് പോവുകയാണ് സുഭാഷ്. ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയണ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കോളിലാണ്, പിന്നെ അങ്ങോട്ട് വരാം. ശരിയെന്ന് പറഞ്ഞ് ലളിതയുടെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു അമ്മായി ഏതോ പ്രധാനപ്പെട്ട കോളിൽ സംസാരിക്കുക, ഉടനെ വരും. ശരിയെന്ന് ലളിതയും സുനന്ദയും പറയുമ്പോൾ സുഭാഷ് പറയണ ഞാൻ നിങ്ങൾക്ക് ജ്യൂസ് എടുത്തോണ്ട് വരാം. തുടർന്ന് ഹരീഷ് പുറത്തു നിന്ന് നീതുവുമായി ഫോണിൽ സംസാരിക്കുകയാണ്. നീതുവിന് വഴി പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം അവിടേക്ക് വന്ന അരുൺ പറയുന്നു ഹരീഷ് വരുന്ന ഗസ്റ്റുകൾക്ക് കുറെ പേർക്ക് കാർ പാർക്കിംഗ് എവിടെയാണെന്ന് അറിയത്തില്ല, ഹരീഷ് ഇവിടെ നിന്ന് കാർ പാർക്ക് ചെയ്ത് കൊടുക്കൂ. ഇത് കേട്ട് ഹരീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ അരുൺ ചോദിക്കുന്നു എന്താ ഹരീഷ് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ ഇല്ലേ, ഇതുകൂടി ചെയ്യാൻ വയ്യേ? പാർക്ക് ചെയ്യാമെന്ന് ഹരീഷ് പറയുമ്പോൾ അരുൺ ചോദിക്കണം നിനക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാലോ, വരുന്ന വണ്ടികൾക്കൊക്കെ 30 ലക്ഷം 40 ലക്ഷം രൂപയാ. ഈ സമയം കാറിൽ ഒരാൾ അവിടേക്ക് വരികയാണ്. അരുൺ സന്തോഷത്തോടു കൂടി അയാളെ ചേർത്ത് പിടിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നു ബ്രോ കാർ എവിടെ പാർക്ക് ചെയ്യാ? അപ്പൊ അരുൺ പറയുകയാണ് ബ്രോ ദേ ഈ ഹരീഷ് കാർ പാർക്ക് ചെയ്തോളും, നിങ്ങൾ അകത്തേക്ക് വെക്കോ, ഹരീഷ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വാ. ഇത് കേട്ട് ഹരീഷ് വണ്ടി പാർക്ക് ചെയ്യാനായി പോവുകയാണ്. തുടർന്ന് നികേഷ് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുമ്പോൾ ഒരാൾ അരികിലേക്ക് വന്ന രാജീവിനോട് ചോദിക്കുന്നു ആരാ അത്, നിങ്ങളുടെ ബന്ധുവാണോ, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ? അപ്പൊ രാജീവ് പറയണേ ഏയ് അല്ല ജോലിക്കാരനാ. ഇത് കേട്ട് നികേഷ് ശ്രദ്ധിക്കുകയാണ്. അയാൾ ചോദിക്കാണ് എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു ചെറുക്കന്റെ ബന്ധുവാണെന്ന്. അപ്പൊ രാജീവ് പറയണേ ചെറുക്കന്റെ വീട്ടുകാരെല്ലാവരും അകത്തുണ്ട്, ഇവരൊക്കെ എന്റെ ജോലിക്കാരാ. ഓ ശരിയെന്ന് പറഞ്ഞ് അയാൾ നികേഷിനെ ശ്രദ്ധിക്കുമ്പോൾ നികേഷും അയാളെ ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവ് പറയുന്നു നിങ്ങൾ പോയി ഇരിക്ക്. തുടർന്ന് ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് ചന്ദ്രനും സീതയും നീതുവും. സീത പറയുകയാണ് എന്ത് വലിയ മണ്ഡപമാ, ഈ മണ്ഡപത്തിന് എത്ര വാടകയായി കാണും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ നീതുവിന്റെ അരികിലേക്ക് വരികയാണ് ഹരീഷ്. നീതു പറയുന്നു ഹരീഷ് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഹരീഷ് ചോദിക്കുന്നു അച്ഛനും അമ്മയും എവിടെ? അപ്പൊ നീതു പറയണ അച്ഛനും അമ്മയും ഇതോ അവിടെ നിൽക്കുന്നു. സുഭാഷും ഹരീഷും സന്തോഷത്തോടു കൂടി അവരെ എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് അവർ ലളിതയുടെയും സുനന്ദയുടെയും അരികിലേക്ക് വരുന്നു. നീതുവും സുനന്ദയും സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിക്കുകയാണ്. ചന്ദ്രൻ ചോദിക്കുന്നു പെൺവീട്ടുകാരെ കണ്ടില്ലല്ലോ. ഹായ് നീതു ചേച്ചി എന്ന് വിളിച്ച് നികേഷ് അവിടേക്ക് വരികയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു നിങ്ങൾ സംസാരിച്ചേക്ക്, നിധിയുടെ അച്ഛൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, തിരക്കില്ല അതാ വരാഞ്ഞത്, ഞാൻ പരിചയപ്പെടുത്താമേ. അപ്പൊ ഹരീഷ് പറയണ പരിചയപ്പെടുത്തുകയൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഇവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ കാണാത്ത ഭാവത്തിൽ പോകും അയാൾ. ലളിത ചോദിക്കുന്നു നികേഷ് നീ സുനന്ദയോടും നീതുവിനോടും സംസാരിക്കുകയുള്ളോ, എന്നോട് സംസാരിക്കില്ലേ? അപ്പൊ നികേഷ് പറയണ ഞാൻ സംസാരിക്കും, പക്ഷെ അമ്മായി തിരിച്ച് സംസാരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ലളിത പറയണ നിന്നോടൊക്കെ സംസാരിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വരെ വരുമോ? നികേഷ് ചോദിക്കുന്നു അപ്പൊ അമ്മായി എന്നോട് സംസാരിക്കുവോ? അപ്പൊ ലളിത പറയണ കേട്ടില്ലേ സുനന്ദേ? അപ്പൊ നികേഷ് പറയണ സോറി അമ്മായി, അമ്മായിക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. പുഞ്ചിരിച്ച ലളിത പറയുന്നു ഒന്നും വേണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. നീതു പറയുന്നു അച്ഛാ ഇതാ നികേഷ്. ഇത് കേട്ട് ചന്ദ്രൻ പറയുകയാണ് എനിക്കറിയാലോ നികേഷ് കോളേജിൽ പഠിക്കുകയല്ലേ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുമ്പോൾ സുഭാഷ് അവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. സുനന്ദയ്ക്ക് കോഫി കൊണ്ട് കൊടുക്കുകയാണ് സുഭാഷ്. ഇതെന്താ സുഭാഷ് ഇട്ടെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ സുനന്ദയ്ക്ക് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ കോഫി കൊണ്ട് തന്നത്. കോഫി ഓക്കെ അല്ലേ, എനിക്ക് കോഫി മതി എന്ന് പറഞ്ഞ് സുനന്ദ സന്തോഷത്തോടു കൂടി അതെടുത്ത് കുടിക്കുകയാണ്. തുടർന്ന് സുധീഷ് റൂമിലിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് അരുണും രാജീവും. രാജീവ് പറയുന്നു സുധീഷ് ഗസ്റ്റുകൾ എല്ലാവരും വന്നിട്ടുണ്ട്, സ്റ്റേജിലേക്ക് വാ. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഒന്ന് വരട്ടെ. ഇത് കേട്ട് രാജീവ് പറയുന്നു സുഭാഷ് പുറത്ത് ബിസിയാ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടില്ലേ അവരോട് സംസാരിക്കുക, സുധീഷ് സ്റ്റേജിലേക്ക് വാ, അവര് വരും, അരുണെ നീ കൂട്ടിക്കൊണ്ടുവാ. അങ്ങനെ രാജീവ് അവിടെ വന്ന് പോകുമ്പോൾ കയ്യിൽ പിടിച്ച അരുൺ പറയണ വാ സുധീഷ് സ്റ്റേജിലേക്ക് പോകാം. സുഭാഷും നികേഷും ഹരീഷും റൂമിന്റെ അരികിലേക്ക് വരുമ്പോൾ അരുൺ സുധീഷിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുനന്ദയും ലളിതയും നീതുവും ചന്ദ്രനും സീതയും എല്ലാം സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് സുഭാഷിനെയും അനിയന്മാരെയും നോക്കുന്നു. അരുണിന്റെ ഒപ്പം സ്റ്റേജിലേക്ക് ചെല്ലാനായി കൈകൊണ്ട് കാണിക്കുകയാണ് സുഭാഷ്. അരുൺ സുധീഷിനെയും കൂട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു എല്ലാവർക്കും നമസ്കാരം പറ സുധീഷ്.
സുധീഷ് എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പുമ്പോൾ രാജീവ് പറയുന്നു, ഇരിക്കു സുധീഷ്. സുഭാഷ് പറയണ, അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ ഹരീഷ് പറയണ, ഒരു ഹീറോയെ പോലെ ഉണ്ട്. ഇതിയുടെ നികേഷ് പറയണ, ഹീറോയെ പോലെയല്ല, ഹീറോ തന്നെയാണ് ഹരീഷ് ഏട്ടാ. എങ്ങനെയുണ്ടെന്ന് സുധീഷ് കൈകൊണ്ട് ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ് സുഭാഷ്, നികേഷ്, ഹരീഷും. രാജീവ് പതിയെ അരുണിനോട് പറയണ, ഒന്നും ഇല്ലാത്തവനായിരുന്നു, ഇപ്പൊ ഇരിക്കുന്നത് കണ്ടില്ലേ. ഈ സമയം ലഹങ്കയൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങി സന്തോഷത്തോടു കൂടി അവിടേക്ക് വരികയാണ് നിധി. ഒപ്പം സാന്ദ്രയും ഹേമയും വരുന്നു. സുധീഷ് കണ്ടെടുക്കാതെ നിധിയെ നോക്കുമ്പോൾ നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. നിധിയെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും, നികേഷും, ഹരീഷും, നീതുവും, സുനന്ദയും, ലളിതയും, ചന്ദ്രനും, സീതയും എല്ലാം. സുനന്ദയും നീതുവിനെ ഒക്കെ കണ്ട് സന്തോഷത്തോടു കൂടി കൈ കാണിക്കുകയാണ് നിധി. ലളിതയും പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. അമ്മയെ വിളിക്കാനായി കൈകൊണ്ട് കാണിക്കുകയാണ് നിധി. ഇത് കണ്ട് സീതയും ചന്ദ്രനെയും വിളിക്കുകയാണ് നീതു. നിധി അവർക്ക് നമസ്കാരം പറയുമ്പോൾ അവരും നമസ്കാരം പറയുകയാണ്. ഹേമയും സാന്ദ്രയും അവരെ ശ്രദ്ധിക്കുമ്പോൾ നിധി പറയണ, അമ്മ സുധീഷിന്റെ അമ്മായിയും നീതുവിന്റെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ജ്യൂസ് കൊടുത്തു. അപ്പൊ ഹേമ പറയണ, അവർക്കൊക്കെ ജ്യൂസ് കൊടുത്തു കാണും, നീ ഇപ്പം സ്റ്റേജിലേക്ക് പോകും. അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല അമ്മേ, ഞങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് ഇത്രയും ദൂരം വന്നവരാ, അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് ജ്യൂസ് കൊടുക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലേക്ക് കയറിക്കോളാം. ഒരു ജോലിക്കാരനെ വിളിച്ച് ഹേമ പറയുകയാണ്, അവർക്ക് എല്ലാവർക്കും ജ്യൂസ് കൊണ്ട് കൊടുക്ക്. അപ്പൊ നിധി പറയണ, അമ്മ കൊണ്ട് കൊടുക്ക്, അതല്ലേ മര്യാദ. ശരിയെന്ന് പറഞ്ഞ് ആ ജോലിക്കാരന്റെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങിച്ച് അവരുടെ അരികിലേക്ക് പോവുകയാണ് ഹേമ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ, ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞ് ഹേമ അവർക്ക് ജ്യൂസ് കൊടുക്കുമ്പോൾ ചന്ദ്രൻ പറയുന്നു, അയ്യോ ഇപ്പൊ ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. അപ്പൊ ഹേമ പറയണ, അത് സാരമില്ല, നിങ്ങൾ ജ്യൂസ് എടുക്ക്, നിങ്ങൾക്ക് ജ്യൂസ് തന്നാലേ അവള് സ്റ്റേജിൽ കയറൂന്ന് പറഞ്ഞ് നിൽക്കുക. ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് ജ്യൂസ് എടുക്കുകയാണ്. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന ഹേമ പറയുന്നു, എല്ലാവർക്കും കൊടുത്തു, ഇനി ഒന്ന് സ്റ്റേജിലേക്ക് കയറ. ശരി അമ്മയെന്ന് പറഞ്ഞ് നിധി സ്റ്റേജിലേക്ക് കയറാനായി തുടങ്ങുമ്പോൾ പുഞ്ചിരിച്ച് നിധിയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് കൈ നീട്ടുകയാണ് സുധീഷ്. സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് സുധീഷിന്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറുകയാണ് നിധി. ഇത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ സുധീഷ് നിധിയുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് വരികയാണ്. രാജീവും അരുണും ഹേമയും സാന്ദ്രയും നിഹാരികയും എല്ലാം അവരുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കി സൂപ്പർ ആയിട്ടുണ്ടെന്ന് കൈകൊണ്ട് കാണിക്കുമ്പോൾ നിധിയും പുഞ്ചിരിച്ച് സൂപ്പർ ആയിട്ടുണ്ടെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ്. രാജീവ് ഹാരമെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവർ സന്തോഷത്തോടു കൂടി അത് വാങ്ങുമ്പോൾ രാജീവ് പറയുന്നു, സുധീഷ് ഇത് നിധിയുടെ കഴുത്തിലേക്ക് അണിയിക്കണം. നിധി സുധീഷിന്റെ കഴുത്തിലേക്കും. നിധിയും സുധീഷും പുഞ്ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം അണിയിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കൈകൊട്ടുകയാണ് സുഭാഷും മരിയന്മാരും. ഹേമ പറയുന്നു, നിധി എല്ലാവർക്കും നമസ്കാരം പറ. ഇത് കേട്ട് സുധീഷും നിധിയും പുഞ്ചിരിച്ച് എല്ലാവർക്കും നമസ്കാരം പറയുകയാണ്. സുധീഷ് ഫോട്ടോ എടുക്കാനായി സുഭാഷിനെ അനിയന്മാരെയും അരികിലേക്ക് വിളിക്കുകയാണ്. സ്റ്റേജിലേക്ക് പോകാനായി തുടങ്ങുന്ന സുഭാഷ് ചോദിക്കേണ്ട, അച്ഛൻ എവിടെ? അങ്ങനെ സുഭാഷ് ചുറ്റും നോക്കുമ്പോൾ ഭാസ്കരൻ ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കുന്നതായി കാണുകയാണ്. അരികിലേക്ക് ചെന്ന് സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ ഇവിടെ എന്ത് ചെയ്യുക? അപ്പൊ ഭാസ്കരൻ പറയണ, നിങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുകയല്ലേ, ചെറുക്കൻ കൂട്ടരുടെ ഭാഗത്ത് നിന്ന് ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കണ്ടേ, അതിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ കുടിച്ചിട്ടുണ്ടോ? അപ്പൊ ഭാസ്കരൻ ചോദിക്കണേ, എന്താ സ്മെല്ല് വരുന്നുണ്ടോ? അപ്പൊ സുഭാഷ് പറയുന്നു, ഇന്ന് എന്തിനാ അച്ഛൻ കുടിച്ചത്? അച്ഛൻ കുടിച്ചെന്ന് നിധിയുടെ വീട്ടുകാരറിഞ്ഞാൽ എന്താകും സ്ഥിതി? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്ക്, ഇവിടെ ഒന്ന് എഴുന്നേൽക്കരുത്, എഴുന്നേറ്റാൽ മറ്റൊരു സുഭാഷിനെ കാണുമെന്ന്. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകില്ല. അപ്പൊ സുഭാഷ് പറയണ, ഞങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഇവിടുന്ന് എങ്ങോട്ടും പോകരുത്. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കില്ല, എനിക്കെല്ലാം ഇവിടെ എത്തണം. എന്താ അച്ഛന് വേണ്ടേന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, അവിടുന്ന് ഒരു ജ്യൂസ് വേണം, അതൊക്കെ ഞാൻ എടുത്തോണ്ട് വരാന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണ, ഫോട്ടോ എടുക്കുമ്പോൾ എന്നെ കൂടി വിളിക്കണം. അതൊക്കെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഭാസ്കരൻ കുറച്ച് അപ്പുറത്തായി മാറിയിരിക്കുകയാണ്. സുഭാഷ് ചുറ്റും നോക്കുമ്പോൾ ഭാസ്കരനെ കാണുന്നില്ല. ഭാസ്കരൻ ചോദിക്കുന്നു, നീ ആരെ അന്വേഷിക്കുന്നേ? ഞാൻ ഇവിടെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ സുധീഷിനെയും നിധിയെയും ശരിക്ക് കാണാൻ പറ്റുന്നില്ല, നീ പോയി ജ്യൂസ് എടുത്തോണ്ട് വാ. തുടർന്ന് സുധീഷ് സുഭാഷിനെ അനിയന്മാരെ ഫോട്ടോ എടുക്കാനായി വിളിക്കുകയാണ്. അവർ സ്റ്റേജിലേക്ക് വരുമ്പോൾ മുന്നിലേക്ക് കയറിയുന്ന രാജീവ് പറയുന്നു, ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താമേ. ഗസ്റ്റുകളൊക്കെ ഗിഫ്റ്റുമായി അവരുടെ അരികിലേക്ക് വരികയാണ്. രാജീവ് നിധിയുടെയും സുധീഷിന്റെ അടുത്തേക്ക് ഗസ്റ്റുകളെ നിർത്തി ഫോട്ടോ എടുക്കുകയാണ്. ഇത് കണ്ട് മാറി നിൽക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. ലളിതയുടെയും സുനന്ദയുടെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ലളിതേ നീ മുൻനിരയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നോ? നീ സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ലളിത പറയണ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, കണ്ടാൽ അറിയില്ലേ, ഞാൻ സന്തോഷമായിട്ടിരിക്കുക, എന്റെ പുതിയ ഷർട്ടൊക്കെ കണ്ടില്ലേ? അപ്പൊ ലളിത പറയണ, മനസ്സിലാവുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന്. നീ മാത്രം നന്നായിട്ട് ജീവിച്ചാ പോരല്ലോ, ഞങ്ങളും നന്നായിട്ട് ജീവിക്കണ്ടേ? വേർ ഇസ് മൈ ബ്രദർ? അപ്പൊ ലളിത പറയുകയാണ്, ചേട്ടൻ വയ്യാതിരിക്കുന്ന ആളെ തനിച്ചാക്കിയിട്ടാണോടി നീ വന്നേന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുനന്ദ ചോദിക്കുകയാണ്, അമ്മാവ എന്താ എന്നെ കണ്ട ഭാവം പോലും കാണിക്കാതെ? അപ്പൊ ഭാസ്കരൻ ചോദിക്കുന്നു, മരുമകളെ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ? നീ സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ സുനന്ദ പറയണേ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, അമ്മാവന് സുഖമല്ലേ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എനിക്കെന്താ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സുനന്ദ പറയണേ, ശരി വന്നിരിക്കെ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ ഭാസ്കരൻ പറയണേ, ഞാൻ ഇരിക്കാം. ചന്ദ്ര നമസ്കാരം. ചന്ദ്രൻ നമസ്കാരം പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചന്ദ്രൻ പറയുമ്പോൾ സീതയ്ക്കും നീതുവിനും നമസ്കാരം പറഞ്ഞ് ഭാസ്കരൻ അവിടേക്ക് ഇരിക്കുകയാണ്. ലളിത പറയാണ്, അവിടെ പോയിരിക്കുന്ന നല്ലത്. ഭാസ്കരൻ ചോദിക്കുന്നു, നീ
നിന്റെ മുഖത്ത് ചിരി വരുത്തി വന്നിരിക്കുകയാണല്ലേ. ഇവരടുത്ത് പറയണ നിങ്ങൾ അവിടെ ഇരിക്കും. തുടർന്ന് സുധീഷ് സുഭാഷിനെ അനിയന്മാരെയും ഫോട്ടോ എടുക്കാനായി വിളിക്കുമ്പോൾ ഇത് കണ്ട് മറ്റു ഗസ്റ്റുകളെ അവിടേക്ക് വിളിക്കുകയാണ് രാജീവ്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു, സുഭാഷെ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുക, ഞങ്ങൾ പിന്നെ നിൽക്കാന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, സുധീഷ് ഇത് എന്റെ ബിസിനസ് പാർട്ട്ണറാ. അങ്ങനെ രാജീവ് അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. സുധീഷ് വിഷമത്തോടുകൂടി സുഭാഷിനെ അനിയന്മാരെയും നോക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് സുഭാഷിനെ അനിയന്മാരെയും അരികിലേക്ക് നിർത്തുമ്പോൾ രാജീവ് വീണ്ടും മറ്റു ഗസ്റ്റുകളെ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. സുഭാഷും അനിയന്മാരും മാറി നിൽക്കുന്നു. ഇത് കണ്ട് വിഷമത്തോടുകൂടി അവരെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരനും നീതുവും വീട്ടുകാരും സുനന്ദയും ലളിതയുമെല്ലാം. സുഭാഷ് പറയുന്നു, നികേഷ് ഹരീഷ് നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാം, നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിൽക്കാം. അങ്ങനെ അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുധീഷ് വീണ്ടും സുഭാഷിനെ വിളിക്കുമ്പോൾ സുഭാഷ് പറയണ അവരെല്ലാവരും എടുക്കട്ടെ, നമുക്ക് പിന്നെ എടുക്കാം. ഇത് കണ്ട് ഗസ്റ്റുകളെയും കൂട്ടിക്കൊണ്ട് അരികിലേക്ക് വരുന്ന രാജീവിനെ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, അച്ഛാ ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള ഫോട്ടോ എടുക്കണം. അപ്പൊ രാജീവ് പറയുന്നു, ഗസ്റ്റുകളുടെ ഒപ്പമുള്ള ഫോട്ടോ എടുക്കണ്ടേ? അപ്പൊ നിധി പറയുന്നു, അച്ഛാ ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഡൾ ആകും, അതിനു മുമ്പേ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. സോറി ചിറ്റപ്പ, ഒരു 2 minutes ഞങ്ങള് ഫാമിലി ഫോട്ടോ എടുത്തോട്ടെ. ചിറ്റപ്പൻ പറയുന്നു, സാരമില്ല മോളെ, നിങ്ങൾ ഫോട്ടോ എടുക്ക്, ഞാൻ വെയിറ്റ് ചെയ്യാം. നിധി പറയുന്നു, താങ്ക് യു. സുഭാഷ് ഏട്ടാ കേറി വാ. അപ്പൊ സുഭാഷ് പറയണ വേണ്ട മോളെ, അവര് നിക്കട്ടെ. നിധിയും സുധീഷും സുഭാഷിനെ അനിയന്മാരെയും വീണ്ടും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അവർ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു, അച്ഛൻ എവിടെ? അപ്പൊ ഭാസ്കരൻ പറയണ, മോളെ ഞാൻ ഇവിടെ ഉണ്ട്. ഇത് കേട്ട് നിധി പറയുന്നു, അച്ഛൻ ഇങ്ങോട്ട് വാ. ദാ വരുന്നു മോളെ എന്ന് പറഞ്ഞ ഭാസ്കരൻ സ്റ്റേജിലേക്ക് വരികയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ലളിതയും സുനന്ദയും നീതുവും വീട്ടുകാരും. നിധി ചോദിക്കുന്നു, അച്ഛൻ എവിടെ പോയതാ? അപ്പൊ ഭാസ്കരൻ പറയണ, എവിടെ പോയെന്നുള്ളതല്ല മോളെ പ്രശ്നം, മോള് വിളിച്ച ഉടനെ അച്ഛൻ വന്നില്ലേ, അതാ ഭാസ്കരൻ. നിധി പറയണ, അച്ഛൻ ഇവിടേക്ക് ഇരിക്കെ, നമുക്ക് ഫോട്ടോ എടുക്കാം. സുധീഷിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, കോട്ടൊക്കെ കൊള്ളാടാ, സൂപ്പർ ആയിട്ടുണ്ട്. സുധീഷ് പറയുന്നു, അച്ഛാ ഇരിക്കെ. ഭാസ്കരൻ സന്തോഷത്തോടുകൂടി അവിടേക്ക് ഇരിക്കുമ്പോൾ നിധിയെയും ചേർത്ത് പിടിച്ച് പിന്നിലേക്ക് നിൽക്കുകയാണ് സുധീഷ്. തൊട്ടരികിൽ നികേഷും ഹരീഷും സുഭാഷും നിൽക്കുന്നു. അവർ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് വളരെ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് രാജീവും വീട്ടുകാരും. നിധി സുധീഷിന്റെ ഒപ്പം അവിടേക്ക് ഇരിക്കുമ്പോൾ പിന്നിലേക്ക് നിൽക്കുകയാണ് ഭാസ്കരനും നികേഷും ഹരീഷും സുഭാഷും. ചിറ്റപ്പൻ ചോദിക്കുന്നു, മോളെ സാന്ദ്രെ, ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ ഫോട്ടോ എടുക്കുന്ന അവരൊക്കെ ആരാ? അപ്പൊ സാന്ദ്ര പറയണ, അവരാ ചെറുക്കന്റെ വീട്ടുകാര്, അത് സുധീഷിന്റെ അച്ഛൻ, അടുത്ത് നിൽക്കുന്നത് ചേട്ടൻ, മറ്റു രണ്ടുപേരും അനിയന്മാര്. ഇത് കേട്ട് ചിറ്റപ്പൻ പറയുകയാണ്, ഓ അങ്ങനെയാണോ? രാജീവ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അവരൊക്കെ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെന്നല്ലേ പറഞ്ഞേ? ഇത് കേട്ട് രാജീവും ഹേമയും അരുണും അവരെ ശ്രദ്ധിക്കുകയാണ്. സാന്ദ്ര പറയുന്നു, അയ്യോ ചിറ്റപ്പ അങ്ങനെയല്ല, അച്ഛൻ വേറെ ആരുടെയെങ്കിലും കാര്യമായിരിക്കും പറഞ്ഞത്, ഇതാണ് പയ്യന്റെ കുടുംബം. ശരിയെന്ന് പറഞ്ഞ് ചിറ്റപ്പൻ രാജീവിനെ ശ്രദ്ധിക്കുന്നു. രാജീവ് കുനിങ്ങി നിൽക്കുമ്പോൾ ചിറ്റപ്പൻ പറയുകയാണ്, രാജീവേ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അപ്പോഴേ എന്നോട് പറയത്തില്ലായിരുന്നോ ഇതാണ് മരുമകന്റെ ഫാമിലി എന്ന്? അത് മറച്ചു വെച്ച് എന്തിനാ വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ്? ഇതൊക്കെ അറിയാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ലല്ലോ. എന്താ രാജീവ് ഇത്? ഇതിൽ എന്ത് അപമാനം ഉള്ളത്? ഹേമ ചോദിക്കുന്നു, നിധി ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ? ബന്ധുക്കൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ നിധി പറയണ, അമ്മേ അച്ഛാ നിങ്ങളും വാ, അരുണേട്ടാ ഏട്ടത്തി വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. ഇത് കേട്ട് രാജീവും ഹേമയും സാന്ദ്രയും നിഹാരികയും അരുണും അവിടേക്ക് വന്ന് നിൽക്കുകയാണ്. ഇപ്പുറത്തായി ഭാസ്കരനും മക്കളും നിൽക്കുന്നു. ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നിധി പറയുന്നു, നികേഷ് അമ്മായിയോടും നീതുവിനോടും ഒക്കെ വരാൻ പറ. അവരുടെ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി വിളിക്കുന്നുണ്ട് വാ. സുധീഷും നിധിയും സ്റ്റേജിലിരുന്ന് അവരെ വിളിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അവരുടെ അരികിലേക്ക് വരികയാണ്. ലളിതയും സുനന്ദയും ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് സന്തോഷത്തോടുകൂടി അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ശേഷം നീതുവും വീട്ടുകാരും നിധിയുടെയും സുധീഷിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന നീതു ഹരീഷിനോട് പറയണ, ഹരീഷ് നീ ഫോൺ എടുക്ക, നമുക്കൊരു സെൽഫി എടുക്കാം. നീതു അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്, അവര് കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുന്നു, ഒരു സെൽഫി എടുക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനൊന്നും പറഞ്ഞില്ലല്ലോ, സെൽഫി എടുക്ക് ഹരീഷ്. ഇത് കേട്ട് ഹരീഷ് നീതുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുമ്പോൾ ചന്ദ്രനും സീതയും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഗസ്റ്റുകളുടെ എല്ലാവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ് നിധിയും സുധീഷും. ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്